നമസ്കാരം എല്ലാവർക്കും എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നലെ ആയിരുന്നു 10th പ്രിലിംസിൻ്റെ സെക്കൻഡ് സ്റ്റേജ് എക്സാം. അപ്പം ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ കണ്ടു. എനിക്ക് ഫസ്റ്റ് സ്റ്റേജ് എക്സാം ആയിരുന്നു. അപ്പം സെക്കൻഡ് സ്റ്റേജ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഞാൻ കണ്ടു. എനിക്ക് കമ്പാരിറ്റീവ്ലി എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ എനിക്ക് സെക്കൻഡ് സ്റ്റേജാണ് കുറച്ചും കൂടെ ടഫായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ കണ്ടപ്പോൾ. അതായത് ചില ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് ആൻസറിലോട്ട് എത്താൻ കുറച്ച് പാടായിരുന്നു. അപ്പോൾ ആ ഒരു ഇത് നോക്കിക്കഴിയുമ്പോൾ എനിക്ക് സെക്കൻഡ് സ്റ്റേജ് ക്വസ്റ്റ്യൻ പേപ്പറാണ് കുറച്ചുകൂടെ പാടായിട്ട് എനിക്ക് തോന്നിയത്. ഇനി അത് എൻ്റെ മാത്രം തോന്നലായിരിക്കില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അതേപോലെ ഓവറോൾ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെങ്കിൽ GK പാർട്ടിൽ ഒരു 10-20 ക്വസ്റ്റ്യൻസോളം കുറച്ച് ടഫായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. +2 ജോഗ്രഫി എന്നൊക്കെ ക്വസ്റ്റ്യൻസൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ടൊക്കെ തന്നെ എനിക്ക് കുറച്ച് ടഫായിട്ടായിട്ട് GK പാർട്ട് ഈസി ഉണ്ടായിരുന്നു, എന്നാൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ടഫായിട്ടും ഉണ്ടായിരുന്നു. പക്ഷേ 20 മാത്സ് എന്ന് പറയുന്നത് നല്ല അൾട്രാ ഈസി ആയിട്ടുള്ള മാത്സ് ആയിട്ടാണ്. എനിക്കൊരു ആവറേജുകാർക്ക് പോലും ഒരു 15-16 മാർക്കൊക്കെ സ്കോർ ചെയ്യാൻ പറ്റുമായിരുന്നു. അല്ലാത്തവർക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ മാത്സ് ക്വസ്റ്റ്യൻസൊക്കെ ആയിരുന്നു. അപ്പം മാത്സ് വലിയ കുഴപ്പമില്ലായിരുന്നു. പിന്നെ GK പാർട്ടിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിരുന്നു എല്ലാവരെയും വെള്ളം കുടിപ്പിച്ചിട്ടുണ്ടായിരിക്കുക. പിന്നെ അതിൽ എനിക്ക് വേറൊരു സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ചെയ്ത ഷുവർ ടോപ്പിക് വീഡിയോയിൽ നിന്ന് കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ ലാസ്റ്റ് ചെയ്ത ഷുവർ ടോപ്പിക്കിൽ നിന്നും കുറേ ക്വസ്റ്റ്യൻസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് നല്ല ഹാപ്പിയായി. പിന്നെ ഓവറോൾ ക്വസ്റ്റ്യൻസ് നോക്കുവാണെങ്കിൽ ഞാൻ ഷുവർ ടോപ്പിക്കിൽ പറഞ്ഞ കുറേ ക്വസ്റ്റ്യൻസ് എൻ്റെ ഓർമ്മ ഡാമുകളും നദികളും അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. പിന്നെ നവോത്ഥാന നായകർ ഞാൻ പഠിക്കണമെന്ന് പറയുന്നത് വാഗ്ഭടാനന്ദൻ്റെ ഏതൊരു ക്വസ്റ്റ്യൻ. പിന്നെ ഈ SN ഗുരുവിൻ്റെയും ചട്ടമ്പി സ്വാമികളുടെയും കൃതികൾ പ്രത്യേകം നോക്കി വെക്കണമെന്ന് പറഞ്ഞായിരുന്നു, അതിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. പിന്നെ ഒരു ആണവ നിലയം നറോറയാണെന്ന് തോന്നുന്നു അല്ലേ, ഓക്കെ നറോറ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആണവ നിലയം ഉത്തർപ്രദേശ്. പിന്നെന്താണ് റിട്ടുകളിൽ നിന്ന് ഹേബിയസ് കോർപ്പസിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. പിന്നെ കേരളത്തിലെ നദികൾ, കിഴക്കോട്ടൊഴുകുന്ന നദി ഏതാണെന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. പിന്നെന്താണ് കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങൾ, ഇരവികുളം ദേശീയോദ്യാനത്തെ പറ്റിയൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. പിന്നെന്താണ് കോശത്തിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഗ്രന്ഥി കോശങ്ങൾ ഗോൾജി കോംപ്ലക്സിൽ കാണപ്പെടുന്ന ആ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. പിന്നെ നൊബേൽ ചോദിച്ചു. ഞാൻ നൊബേൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞാണ് കഴിഞ്ഞ വട്ടം, അതായത് ഫസ്റ്റ് സ്റ്റേജിൽ നൊബേൽ ചോദിച്ചത് ഏതായിരുന്നു, സാഹിത്യത്തിൽ നിന്നായിരുന്നു. ഇപ്രാവശ്യം സമാധാന നൊബേൽ ഏത് സംഘടനയ്ക്കാണ് കിട്ടിയതായിരുന്നു ക്വസ്റ്റ്യൻ. പിന്നെ രോഗങ്ങളും രോഗകാര്യങ്ങളും, വൈറസ് രോഗങ്ങളും ബാക്ടീരിയ രോഗങ്ങളും, അതിൽ നിന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക്, എൻ്റെ ഷുവർ ടോപ്പിക്കിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു തെർമോ പ്ലാസ്റ്റിക്കിൻ്റെയും തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക്കിൻ്റെയും എക്സാമ്പിൾസ് പഠിച്ചുകൊണ്ട് പോകണം. അപ്പോൾ അതിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. പിന്നെ ആറ്റം, പ്രോട്ടോണിന് പേര് കൊടുത്ത് തരാമെന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഹാപ്പിയായി. ഞാൻ ചെയ്ത ആ ഒരു എഫോർട്ടിനൊരു ഫലം ഉണ്ടല്ലോ എന്ന് വിചാരിച്ചപ്പോൾ. ഓക്കെ, അപ്പം അതൊക്കെ എല്ലാവർക്കും അറ്റൻഡ് ചെയ്യാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓവറോൾ നല്ല ഞാൻ നേരത്തെ ആദ്യം ഈ ഒരു വീഡിയോയുടെ ആദ്യം പറഞ്ഞ കണക്ക് തന്നെ ഞാൻ ഫസ്റ്റ് സ്റ്റേജ് എക്സാമാണ് എഴുതിയത്. അപ്പോൾ ഞാൻ എഴുതിയ എക്സാമിനെ കമ്പയർ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് കുറച്ച് ടഫായിട്ടാണ് ഇത് ഫീൽ ചെയ്തത്. എക്സെപ്റ്റ് മാത്സ് അതിനേക്കാട്ടി സിമ്പിളായിരുന്നു. മാത്സ് അതിൽ ചെയ്യാൻ കുറച്ച് ടൈം എടുക്കുമായിരുന്നു. ഇതിൽ പെട്ടെന്ന് നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റുന്ന മാത്സ് ആയിരുന്നു. പിന്നെ ഞാൻ ഇത് വീട്ടിൽ ഇരുന്ന് എഴുതി നോക്കി. അപ്പോൾ നിങ്ങളുടെ ഒരു കമ്പാരിസൺ പറയണമെങ്കിൽ എനിക്കതൊന്ന് ചെയ്ത് നോക്കണമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ വീട്ടിലിരുന്ന് എഴുതി നോക്കി. അങ്ങനെ ഞാൻ വീട്ടിൽ ഇരുന്ന് അറ്റൻഡ് ചെയ്ത് നോക്കിയപ്പം ഞാൻ മൊത്തത്തിൽ 90 ക്വസ്റ്റ്യൻസാണ് അറ്റൻഡ് ചെയ്തത്. ആ 90 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തതിൽ എനിക്ക് 83 ശരിയും 7 തെറ്റുമാണ് വന്നത്. 7 നെഗറ്റീവ് വന്നു, 83 ശരിയും. അപ്പോൾ എൻ്റെ സ്കോർ എത്ര ആയിരിക്കും? 80.67. 2.33 എനിക്ക് നെഗറ്റീവ് വന്നു. അപ്പോൾ 83 2.33 കുറയ്ക്കുമ്പോഴത്തേക്ക് ഏകദേശം 80.67 മാർക്കാണ് എൻ്റെ മാർക്ക്. അപ്പം ഈ ഒരു മാർക്കെന്ന് വെച്ചാൽ ഞാൻ വീട്ടിലിരുന്ന് വളരെ റിലാക്സ്ഡ് മോഡിൽ എഴുതിയത് കൊണ്ട് ചിലപ്പം കിട്ടിയതായിരിക്കും. ചിലപ്പോൾ ഇതിനേയും കാട്ടി കൂടുതൽ മാർക്ക് സ്കോർ ചെയ്തവരും കാണും, ഇതിനേയും കാട്ടി വളരെ കുറച്ച് മാർക്ക് സ്കോർ ചെയ്തവരും കാണും. അപ്പം വളരെ കുറച്ച് മാർക്കൊന്നും സ്കോർ ചെയ്തവർ വിഷമിക്കേണ്ട. ഇത് ഈ എൻ്റെ ഒരു നിഗമനത്തിൽ ഇതിന് 70+ ഒക്കെ നല്ല മാർക്കാണ് ഈ ഒരു എക്സാമിന്. പിന്നെ ഇതിൽ കുറച്ച് സ്കോർ ചെയ്തവരൊന്നും വിഷമിക്കണം. ഇതിൽ എന്തായാലും നോർമലൈസേഷൻ കിട്ടും ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്നാണ് എൻ്റെ വിശ്വാസം. അത് കണക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ അൾട്രാ ഈസി ആയിട്ടുള്ള കുറേ GK ക്വസ്റ്റ്യൻസും ഉണ്ടായിരുന്നു. ആർക്ക് വേണമെങ്കിലും ആൻസർ ചെയ്ത് പോകാൻ പറ്റുന്ന കുറേ GK ക്വസ്റ്റ്യൻസും ഉണ്ടായിരുന്നു. എന്നാൽ കുറച്ച് ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസും ഉണ്ടായിരുന്നു. നമ്മൾ ആ ടഫിൽ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഓവറോൾ ക്വസ്റ്റ്യൻ പേപ്പർ ടഫായിട്ട് തോന്നും. പക്ഷേ അൾട്രാ ഈസി ആയിട്ടുള്ള GK ക്വസ്റ്റ്യൻസും ഇതിലുണ്ടായിരുന്നു. അതേപോലെ മാത്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ എളുപ്പമായിരുന്നു. നമുക്ക് അധികം ടൈം കൺസ്യൂമിങ് അല്ലാത്ത മാത്സ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അതും ഒരു അഡ്വാൻറ്റേജസ് ആണ്. അപ്പം മാത്സ് ഒക്കെ 20 സ്കോർ ചെയ്ത് ഒരുപാട് പേര് കാണും. അതുപോലെ ഇപ്പോൾ ഒരു 15-16 എന്തായാലും ഒരുവിധം പഠിക്കുന്ന എല്ലാവർക്കും ഒരു 15-16 മാത്സിൽ സ്കോർ ചെയ്യാവുന്നതേ ഉള്ളായിരുന്നു.
അപ്പോൾ ഓവറോൾ ഒരു 70+ ഒക്കെ ഇതിന് നല്ല മാർക്കായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ കട്ട് ഓഫ് പറയുകയല്ല. കട്ട് ഓഫ് പറയാറുള്ള ഒരു സ്റ്റേജ്, നമ്മൾ 4 സ്റ്റേജും കഴിഞ്ഞാൽ നോർമലൈസേഷൻ എന്ന് പറയുന്നൊരു സംഭവം ഉണ്ട്. അതൊക്കെ കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റത്തില്ല, PSC തീരുമാനിക്കണം. പിന്നെ കട്ട് ഓഫ് പറയുകയല്ല, ഏകദേശം ഒരു നല്ല മാർക്ക് റേഞ്ച് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ സെക്കൻഡ് സ്റ്റേജിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള എനിക്ക് കുറച്ച് പാടായിട്ട് ഫീൽ ചെയ്ത ക്വസ്റ്റ്യൻസ്, ഞാൻ ക്വസ്റ്റ്യൻ കോഡ് A ആണ് കേട്ടോ നോക്കുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ടുള്ള കേരള പോലീസിനെ സംബന്ധിച്ചുള്ള ശരിയായത് ഏത്? അതിൽ പാടൊന്നുമില്ല. കേരള പോലീസിൻ്റെ ആപ്തവാക്യം എല്ലാവർക്കും അറിയാം, പോലീസ് സേനയുടെ DGP ആണെന്നറിയാം. പക്ഷേ എനിക്കൊരു കൺഫ്യൂഷൻ വന്നു. ഇപ്പോൾ കേരള പോലീസിൻ്റെ ആസ്ഥാനം കണ്ടപ്പം നമുക്കറിയാം കേരള പോലീസ് അക്കാദമി സ്ഥിതി ചെയ്യുന്ന രാമവർമ്മപുരം തൃശ്ശൂരാണ്. ഇവിടെ കേരള പോലീസിൻ്റെ ആസ്ഥാനം തൃശ്ശൂർ എന്ന് കൊടുത്തപ്പോൾ ഒരു കൺഫ്യൂഷൻ വന്നു. അപ്പോൾ അവിടെ ചിലവർക്ക് തെറ്റാൻ ചാൻസ് ഉണ്ട്. അവിടെ അതായത് കേരള പോലീസിൻ്റെ ആസ്ഥാനം തൃശ്ശൂരല്ല, അപ്പം അവിടെ ഒരു മിസ്റ്റേക്ക് വരുത്താൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊരു കൺഫ്യൂസിങ് ആയിട്ട് എനിക്ക് തോന്നി. പിന്നെ വേറെ എനിക്ക് തോന്നിയത് ഈ വാഗ്ഭടാനന്ദ ഗുരുവിനെ പറ്റിയുള്ള പ്രസ്താവനകളിൽ 1947 ഗാന്ധിജിയുമായി കൂടിക്കാഴ്ച നടത്തി അവിടെ എല്ലാം ശരിയാണെന്ന് പറയുന്നൊരു ഓപ്ഷനും കൂടെ ഉണ്ട്. അപ്പം 47 മുമ്പേ തന്നെ ഈ വാഗ്ഭടാനന്ദൻ മരിച്ചു പോകുന്നുണ്ട്. 30s എന്തോ മരിച്ചു പോകുന്നു, 1937 എന്തോ മരിച്ചു പോകുന്നുണ്ട്. അത് അറിയുന്നവർക്ക് അത് എഴുതാൻ പറ്റും, അല്ലാത്തവർക്ക് ആ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുന്ന പാടായിരിക്കും. എല്ലാം ശരിയെന്നൊരു ഓപ്ഷനും കിടക്കുന്നുണ്ട്. പിന്നെ അടുത്ത ക്വസ്റ്റ്യനും അതുതന്നെ വക്കം അബ്ദുൽ ഖാദറുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരിയായത് ഏത്? ആ ഒരു ക്വസ്റ്റ്യനും കുറച്ച് കൺഫ്യൂഷനാണ്. ആ ഒരു ക്വസ്റ്റ്യനും എനിക്ക് ചെയ്തപ്പോൾ എനിക്കത് ആൻസർ ചെയ്യാൻ പറ്റിയില്ല, ഞാൻ അത് വിട്ട് കളഞ്ഞു. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. പിന്നെ വേറെ എനിക്ക് തോന്നിയത് രാജാറാം മോഹൻ റോയുടെ രചനകളിൽ പെടാത്തത്, അതിൽ പ്രിസെപ്റ്റ്സ് ഓഫ് ജീസസും തുവത്തുൽ മുവാഹുദ്ദീനും എല്ലാവർക്കും അറിയും. ഗൈഡ് ടു പീസ് ആൻഡ് ഹാപ്പിനെസ് എനിക്ക് അറിയത്തില്ലായിരുന്നു. അത് അറിയാവുന്നവർ കാണും, പക്ഷേ എനിക്ക് പേഴ്സണലി അത് അറിയത്തില്ലായിരുന്നു. പിന്നെ സതിഹിതാ ബോധിനിയും അറിയത്തില്ല. സതിഹിതാ ബോധിനിയാണ് അവിടെ ആൻസർ. അത് രാജാറാം മോഹൻ റോയുടെ എല്ലാം, ബാക്കി 3ഉം രാജാറാം മോഹൻ റോയുടെ. അപ്പോൾ അതും കുറച്ച് ടഫായിട്ട് എനിക്ക് ഫീൽ ചെയ്തു കണ്ടപ്പം. പിന്നെ വേറെ എനിക്ക് കുറേയൊക്കെ എല്ലാവർക്കും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പിന്നെ അങ്ങോട്ട് കിടക്കുന്നതെല്ലാം ബ്രിക്സ് ഉച്ചകോടിയൊക്കെ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നും ഈ ക്വസ്റ്റ്യൻ പേപ്പറിലും റിപ്പീറ്റ് ചെയ്തു. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ഒക്കെ അടുത്ത സ്റ്റേജ് എഴുതുന്നവർ മസ്റ്റായിട്ടും ചെയ്യണം. ഈ കസാൻ റഷ്യ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ബ്രിക്സ് ഉച്ചകോടിയുടെ വേദിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഗുർ ബണ്ടസാരി എന്നീ പദങ്ങൾ ഏത് വ്യവസായവുമായി ബന്ധപ്പെട്ടത്? പഞ്ചസാര വ്യവസായം എന്നാണ് ആൻസർ കണ്ടത്, എനിക്കറിയത്തില്ലായിരുന്നു. ഗുർ ബണ്ടസാരി എന്നീ പദങ്ങൾ ഇതൊക്കെ അറിയാവുന്നവർ കാണും, പക്ഷേ എനിക്കറിയത്തില്ലായിരുന്നു. അതുപോലെ മാംഗനീസിൻ്റെ നിക്ഷേപം കൂടുതലായി കണ്ടുവരുന്ന സംസ്ഥാനം, അതൊക്കെ കുറച്ച് കൺഫ്യൂസിങ്. എനിക്ക് ഒഡീഷയും മധ്യപ്രദേശും തമ്മിലൊക്കെ കൺഫ്യൂഷൻ തോന്നിയായിരുന്നു. പിന്നെ ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രിയുടെ പ്രായപരിധി കൺഫ്യൂഷൻ നിൽക്കുക. 70 വയസ്സിന് മുകളിൽ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് ആൻസർ കമൻറ്റ് ചെയ്തേക്കുക. 70 വയസ്സിന് മുകളിലാണോ അതോ പ്രായപരിധി ഇല്ലേ? അതൊന്ന് ചെക്ക് ചെയ്യണം അതെനിക്കൊരു കൺഫ്യൂഷനുണ്ട്. പിന്നെ വേറെയും കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. ജലസംഭരണിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ഹാരപ്പൻ പ്രദേശം, അതൊന്നും എനിക്കറിയത്തില്ല. ഞാൻ ഈ ഒരു ഹാരപ്പൻ സംസ്കാരമൊന്നും പഠിച്ചിട്ടില്ല, അപ്പോൾ എനിക്കതൊക്കെ ഒരു ടഫായിട്ട് തോന്നി. പിന്നെ ആനി ബസന്റുമായി ബന്ധമില്ലാത്ത പ്രസ്താവന, അതൊക്കെ എനിക്ക് ടഫായിട്ട് തോന്നി. പിന്നെ അങ്ങനെയും കുറച്ച് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് സ്റ്റേജ് എക്സാമിനെയും കാട്ടി ഇത് പാടായിട്ട് എനിക്ക് തോന്നിയത് കേട്ടോ. ഇങ്ങനെ കുറച്ച് അറിയാത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്കും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് അറിയാത്ത കുറേ ക്വസ്റ്റ്യൻസും അറിയുന്ന കുറേ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് വളരെ ഈസി ആയിട്ട് ആർക്കും ചെയ്യാൻ പറ്റുന്ന കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വളരെ ഈസിയാണ്. പക്ഷേ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ, ഞാനിപ്പോൾ ഈ വായിച്ച കണത്തെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ വളരെ പാടായിട്ടും ഫീൽ ചെയ്യും. അപ്പോൾ എനിക്ക് എന്തായാലും ഫസ്റ്റ് സ്റ്റേജ് എക്സാമിനെയും കാട്ടി ടഫായിട്ട് തന്നെയാണ് ഫീൽ ചെയ്തത്. ഇനി ഞാൻ ഇതുവരെ 3 ഷുവർ ടോപ്പിക് വീഡിയോ ആണ് 10th പ്രിലിംസ് എക്സാമിന് വേണ്ടി ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ 3 വീഡിയോയുടെയും ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇനി ജാനുവരി 25-നൊക്കെ എക്സാമുള്ള 3rd സ്റ്റേജ് എക്സാം ഉള്ളവർ ഷുവറായിട്ടും ആ ഒരു വീഡിയോസൊക്കെ കണ്ടിട്ട് പോകണം. നിങ്ങൾക്ക് ഉറപ്പായിട്ടും അത് ഉപകാരപ്പെടും എന്നുള്ള തെളിവുകളാണ് ഞാൻ നേരത്തെ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെ റിപ്പീറ്റ് ചെയ്താണ് അത് ചോദിച്ചത്. അപ്പോൾ എന്തായാലും 3rd സ്റ്റേജും 4th സ്റ്റേജും ഒക്കെ എക്സാം ഉള്ളവർ ഇന്ന് ഉറപ്പായിട്ടും ആ ഒരു വീഡിയോസൊക്കെ കണ്ടിട്ട് പോകാൻ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അപ്പോൾ ഇനി 3rd സ്റ്റേജ് ആണ് എക്സാം നടക്കാതിരിക്കുന്നത്. ജാനുവരി 25-നാണെന്ന് തോന്നുന്നു, ജനുവരി 25-നാണ് 10th പ്രിലിംസിൻ്റെ 3rd സ്റ്റേജ്. അപ്പോൾ ആ ഒരു സ്റ്റേജ് എഴുതാൻ പോകുന്നവർക്ക് വേണ്ടിയും ഞാനൊരു ഷുവർ ടോപ്പിക്ക് വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അത് കാണണം. അപ്പോൾ ഞാൻ ഈ ചെയ്ത 3 ഷുവർ ടോപ്പിക്ക് വീഡിയോയിൽ നിന്നും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊരു വലിയൊരു അഡ്വാൻറ്റേജസ് ആയിട്ട് എനിക്ക് വലിയൊരു മാനസികമായിട്ട് വലിയൊരു സന്തോഷമാണ്. ഞാൻ ആ ചെയ്ത ഒരു കാര്യത്തിന് ഒരു നല്ലൊരു ഫലം കിട്ടിയപ്പോൾ. അപ്പം അതൊക്കെ ഉപകാരപ്പെട്ടവരുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ബോക്സിൽ തന്നെ ഒന്ന് അറിയിക്കണം കേട്ടോ. നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻ ആ ഒരു എക്സാം ഹോളിൽ ഞാൻ ചെയ്ത ടോപ്പിക്സുകളിൽ ഏതെങ്കിലുമൊക്കെ എക്സാം ഹോളിൽ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ തന്നെ ഒന്ന് അറിയിക്കണം. എനിക്കൊരു സന്തോഷമാണെന്ന് അറിയുന്നത്.
അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം സെക്കൻഡ് സ്റ്റേജ് എക്സാമിനെ കുറിച്ചിട്ടുള്ള എൻ്റെ പേഴ്സണൽ അഭിപ്രായം ഇതാണ്. ഫസ്റ്റ് സ്റ്റേജ് എക്സാമിനെയും കാട്ടി കുറച്ച് ടഫായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കുറച്ച് ക്വസ്റ്റ്യൻസ് ടഫായതുകൊണ്ട് മാത്രം. കൂടുതൽ എളുപ്പമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, മാത്സ് എളുപ്പമായിരുന്നു. പക്ഷെ കുറച്ച് ക്വസ്റ്റ്യൻസ് ടഫായതുകൊണ്ട് എനിക്ക് ഫസ്റ്റ് സ്റ്റേജിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പം സെക്കൻഡ് സ്റ്റേജ് ഇച്ചിരി പാടായിട്ട് തോന്നുന്നുണ്ട്. അപ്പം എന്തായാലും ഒരേ നിലവാരത്തിലെ ക്വസ്റ്റ്യൻസ് ഒന്നും അല്ല, നിലവാരത്തിലൊക്കെ വ്യത്യാസമുണ്ട്. നോർമലൈസേഷൻ എന്ന് പറയുന്ന സംഭവം എങ്ങനെ ഇതിൽ വർക്കൗട്ട് ആവുമെന്ന് അറിയില്ല. അപ്പോൾ PSC അതൊക്കെ ചെയ്തോളും. ഓക്കെ, അപ്പം ഞാൻ ഇനി തേർഡ് സ്റ്റേജുകാർക്ക് വേണ്ടിയിട്ടുള്ള ഷുവർ ടോപ്പിക് വീഡിയോ ഒക്കെ ചെയ്യാം. അപ്പോൾ തേർഡ് സ്റ്റേജ് എഴുതുന്ന എല്ലാവരും ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ ഒക്കെ ഒന്ന് അനലൈസ് ചെയ്ത് വൃത്തിയായിട്ടൊക്കെ ഒന്ന് റിലേറ്റഡ് ഫാക്ട്സ് ഒക്കെ ഒന്ന് പഠിച്ചിട്ട് പോവുക. മാത്സ് കുറേ ചെയ്ത് പഠിക്കുക. മാത്സിൻ്റെ ഇപ്പം ഈ ഒരു എക്സാമിൻ്റെ തന്നെ മാത്സ് 20 ചെയ്യാൻ പറ്റിയവരുടെ സ്കോർ എത്രത്തോളം ഉയർന്നു കാണും അല്ലേ. അപ്പം മാത്സ് ഒക്കെ എല്ലാവരും ആ ഒരു എക്സാമിൻ്റെ തലേന്ന് വരെയും ചെയ്ത് ആ സ്പീഡൊക്കെ കൂട്ടി എടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഇതാണ് എൻ്റെ തേർഡ് സ്റ്റേജ് എക്സാമിനെ പറ്റിയുള്ള അനാലിസിസ്. അപ്പോൾ തേർഡ് സ്റ്റേജില്ല, സെക്കൻഡ് സ്റ്റേജ് എക്സാമിനെ പറ്റിയുള്ള അനാലിസിസ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് എത്രയും പെട്ടെന്ന് കാണാം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കാണുന്നവർ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അപ്പം അടുത്തൊരു വീഡിയോയുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.